വിസിറ്റിംഗ് വിസയിൽ 6 മാസം വിദേശത്ത് സ്ഥാപനം നടത്തിയതിൻ്റെ പേരിലോ സ്വയം വരുത്തിവെച്ച ബാധ്യതകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മാനസികമായ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ പിതാവിനും അറിയില്ല. ഉമ്മയുമായോ സഹോദരനുമായോ യാതൊരുവിധ പ്രശ്നങ്ങളില്ലായിരുന്നു, തർക്കങ്ങളില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യത തനിക്കുണ്ടായി. കൊറോണ സമയവുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. 7 വർഷക്കാലമായി നാട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഈ വിഷയം നടക്കുന്ന ഘട്ടത്തിൽ പോലും നാട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കടം മൂലം പെട്ടുകിടക്കുകയാണ് അഫാൻ്റെ പിതാവ്. പക്ഷേ ആ ബുദ്ധിമുട്ടൊന്നും തന്നെ കുടുംബത്തെയോ മകനെയോ അറിയിക്കുന്നില്ല. അതൊന്നും തന്നെ അവരുടെ ബാധ്യതയായി മാറുന്നില്ല. നാട്ടിലുള്ള വീടും വസ്തുവും വിറ്റ് ഇവിടെയുള്ള കടവും ബാധ്യതയും തീർത്ത് നാട്ടിൽ വരാനുള്ള ശ്രമത്തിലായിരുന്നു റഹീം. ഈ വിവരം കുടുംബത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. 6 മാസത്തെ വിസിറ്റിംഗ് വിസയിലായിരുന്നു സൗദിയിൽ അഫാൻ പോയത്. തനിക്കൊപ്പം സന്തോഷമായി തന്നെ കഴിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചും പോയി. എന്നാൽ ഇപ്പോൾ എന്താണ് അവന് സംഭവിച്ചതെന്നുള്ള കാര്യം അറിയില്ല. ബന്ധുക്കളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. സ്നേഹനിധിയായ മകൻ, എങ്ങനെ അവൻ ഇത് ചെയ്യാൻ സാധിച്ചു, എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരും ചോദിക്കുന്നത്. ഇനി അതിക്രൂരമായ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് അഫാൻ്റെ സഹോദരൻ 9ാം ക്ലാസ്സുകാരൻ അഫ്സാൻ്റെ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ കറൻസി നോട്ടുകൾ വിതറിയാണ് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും അഫാൻ പുറത്തിറങ്ങിയത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അനിയൻ ഇഷ്ടപ്പെട്ട കുഴിമന്തിയും മറ്റും വാങ്ങി നൽകി വയറു നിറയെ കഴിപ്പിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഇക്കാര്യമൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. പ്രതിയുടെ മനോനില ശരിയാണോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. അഫാൻ്റെ സഹോദരൻ്റെ ശരീരത്തിൽ T ആകൃതിയിലുള്ള മുറിവാണ് കണ്ടെത്തിയത്. വനിതാ സുഹൃത്തിനെ ചുറ്റിക കൊണ്ട് അടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിയുടെ ഉമ്മയ്ക്കെതിരായിട്ടുള്ള അതിക്രമവും അഫാൻ്റെ ക്രൂര മനസ്സ് എത്രത്തോളമാണ് എന്നുള്ളത് വെളിവാക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടത്തിലൂടെ കൂടുതൽ വിശദമായ വിവരം ലഭിക്കും. ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും നടുക്കുന്ന തരത്തിൽ, അവർ പോലും ഞെട്ടുന്ന തരത്തിലുള്ള ക്രൂരകൃത്യമാണ് ഈ 23-കാരൻ ചെയ്തിരിക്കുന്നത്. സഹോദരൻ്റെ തലയ്ക്ക് ചുറ്റും മുറിവുകൾ ഉണ്ടാക്കിയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. തലയുടെ ഒരു വശത്താണ് ഈ T ആകൃതി മുറിവുള്ളത്. 3 മുറിവിനും നല്ല രീതിയിലുള്ള ആഴമുണ്ട്. ചെവിയിലും വലിയ തോതിലുള്ള മുറിവാണ് ഏറ്റിട്ടുള്ളത്. ഉമ്മയായ സൽമാ ബീവിയുടെ തലയുടെ പിൻഭാഗത്തിലാണ് ആഴത്തിലുള്ള മുറിവുള്ളത്. കൊല്ലപ്പെട്ട ലത്തീഫിൻ്റെ വീട്ടിൽ പിടിവലി നടന്നു. അതിനുശേഷമാണ് കൊല നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെഞ്ചിന് മുകളിലേറ്റ മുറിവാണ് ലത്തീഫിൻ്റെയും ഭാര്യയുടെയും മരണകാരണമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായും വിലയിരുത്തുന്നത്. എന്നാൽ അതിനുള്ള കാരണം എന്തെന്നും ഇപ്പോഴും അവ്യക്തമാണ്. ഇന്നലെ വൈകുന്നേരമാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് അഫാൻ തുറന്നു പറഞ്ഞത്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3 വീട്ടിൽ പരിശോധന നടത്തി 5 മൃതദേഹങ്ങൾ കണ്ടെത്തി ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അഫാൻ്റെ മുത്തശ്ശി സൽമാ ബീവി എന്ന 95 വയസ്സുകാരി, സഹോദരൻ 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള അഫ്സാൻ, പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ, പെൺസുഹൃത്ത് ഫർസാന എന്ന 22-കാരിയുമാണ് കൊല്ലപ്പെട്ടത്. അഫാൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ച മാതാവ് ഷമി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവർ ക്യാൻസർ ബാധിതയാണെന്നുള്ളതാണ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത്. മകൻ്റെ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ കാരണം എന്ത് എന്നുള്ളത് അറിയാതെ ഗൾഫിലുള്ള പിതാവ് ഏറെ വേദനയോടുകൂടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതി കൊലപ്പെടുത്തിയത് സഹോദരനെ തന്നെയാണ്. കളിസ്ഥലത്തായിരുന്ന അഫ്സാനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ തന്നെ ചുറ്റിക ഉപേക്ഷിച്ചാണ് പ്രതി കടന്നു കളഞ്ഞത്. താൻ എലിവിഷം കഴിച്ചുവെന്ന് പോലീസിനോട് പറഞ്ഞതിനെ തുടർന്നാണ് പിന്നീട് ആശുപത്രിയിലേക്കടക്കം പ്രവേശിപ്പിച്ചത്.